ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഞാൻ ഈ ആകാശവെള്ളരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് എനിക്കൊരു 3,30,000 പേര് കണ്ട് ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ എന്നെ ഇതുപോലെ ഈ വീഡിയോ കണ്ട് സ്നേഹിച്ചവർക്കെല്ലാം ആദ്യം ഞാനൊരു നന്ദി അറിയിക്കട്ടെ. പിന്നീട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ആകാശവെള്ളരിയുടെ അരി ഉണ്ടാകുമോ, ഇതെങ്ങനെ ഇരിക്കും, ഇതൊന്ന് മുറിച്ച് കാണിക്കാവോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരെണ്ണം ഞാൻ മുറിച്ച് കാണിക്കാം നിങ്ങളെ. ഇത് എന്ന് പറഞ്ഞാൽ പ്രാഷൻ പുട്ടിൻ്റെ അരി പോലെ, അതായത് ഒരു ശകലം, അതിനൊക്കെ ഒരു ശകലം കൂടെ, ഇത് കണ്ടോ, അതിനൊക്കെ ഒരു ശകലം കൂടെ വലുതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇത് പഴുത്താൽ നമുക്ക് കഴിക്കാമല്ലോ. പക്ഷേ ഈ സാധനം ഇവിടെ മൊത്തം ചീഞ്ഞ് പോവുകയാണ്, എല്ലാം ചീഞ്ഞ് പോവുക. മഴ കൂടിയിട്ടാണോ എന്നറിയത്തില്ല, പിന്നെ വാവൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇത് പഴുത്ത് കിട്ടിയാൽ ഞാൻ ഇതിൻ്റെ അരി തരാം. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ തണ്ട് മുറിച്ച് തരാമോ എന്ന്. ഞങ്ങളുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ മഴ പിടിച്ചു കഴിഞ്ഞാൽ മഴ നിൽക്കത്തേ ഇല്ല. കാരണം ഇടുക്കി ജില്ലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ വാഗമണ്ണെ അടുത്ത്, അതായത് വാഗമണ്ണ് കട്ടപ്പന പോകുന്ന ആ റൂട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പുളിങ്കട്ട എന്ന് പറയും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം, അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷേ ഞാൻ അരി ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു വെക്കാം. ഈ വള്ളി ചീഞ്ഞ് പോയൊന്നുമില്ലെങ്കിൽ ഞാൻ തണ്ട് മുറിച്ച് ആവശ്യക്കാർക്ക് തരാം. പിന്നെ എല്ലാവരെയും അറിയിക്കാം, ഞാൻ തണ്ടോ ഇത് പഴുത്തതുണ്ടെങ്കിൽ അരി എടുത്ത് വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും തരാം കേട്ടോ. സന്തോഷം. അടുത്ത വീഡിയോയുമായി നാളെ കാണാം.